കോടതി വിധിന്യായം വായിക്കുമ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാരോണിന്റെ മാതാപിതാക്കളെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയാണ് കോടതി ഈ വിധിന്യായം വായിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അനന്തൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രോസിക്യൂഷൻ മറ്റുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്, ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ഷാരോണിന്റെ അവർ പറയുന്നത്, ഷാരോൺ ഇതിൽ ഏറ്റവും പ്രശ്നമായി പ്രോസിക്യൂഷൻ കണ്ടത്, ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയായി കണ്ടത് ഈ കിടക്കുന്ന മരണമൊഴി എന്ന് പറയുന്നത്. ഷാരോൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ കൊടുത്ത മൊഴി ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ആയുധമാക്കിയെടുക്കും. അവിടെ കിടന്ന വിഷം കുടിച്ച് മരിച്ച ഷാരോൺ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അത് കോടതി അങ്ങ് പൊളിച്ചെടുക്കുകയാണ്. കോടതി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു, ഷാരോണിന് പരാതി ഉണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് എന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങൾ സ്വീകരിച്ചു വിളിച്ചു വരുത്തി എന്ന് പറയുന്നതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ കോടതി നൽകുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ് ഷാരോണിനെ വിളിച്ചു വരുത്തിയാണ്. അപ്പോൾ അവിടെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ വേണ്ടി. അവൻ അതൊന്നും അറിയാതെ ഗ്രീഷ്മയുടെ സ്നേഹം കലർന്ന ആ വിളിയിൽ യവൻ ഈ അതിനു മുമ്പ് ഷൂട്ട് ചെയ്ത അതില് ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു. ആ ജ്യൂസ് കഴിക്കുമ്പോൾ ജ്യൂസിൽ അന്ന് ജ്യൂസ് ചലഞ്ച് നടക്കുമ്പോൾ അതെ, അപ്പോൾ ഷാരോണിന് ഇവളെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രീഷ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഷാരോൺ അത് റെക്കോർഡ് ചെയ്തു. ഒരുപക്ഷെ ആ ജ്യൂസ് ചലഞ്ച് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഒരുപക്ഷെ ഷാരോണിനെ കൊണ്ട് അത് തോന്നിപ്പിച്ച ഒരു നിമിഷം അതൊരു നിർണായകമായി. കാരണം അവൻ മരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിനു മുൻപ് അവൻ പകർത്തിയ എല്ലാ വീഡിയോകളും ജ്യൂസ് ചലഞ്ച് അടക്കം ഈ കേസിലെ നിർണായകമായ പ്രധാനപ്പെട്ട തെളിവുകളായി മാറി. ഇല്ലായിരുന്നെങ്കിൽ ഗ്രീഷ്മയുടെ വാദം നിലനിൽക്കുമായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വെച്ച വിഷം ഞാൻ അറിയാതെ എടുത്ത് കുടിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള വാദം നിലനിൽക്കുമായിരുന്നു. അതല്ല എന്ന് തെളിയിച്ചത് നിരന്തരം ഗ്രീഷ്മ ഷാരോണിനെ വകവരുത്താൻ ശ്രമിച്ചു. ജ്യൂസ് ചലഞ്ച് വഴി ഗുളികകൾ കലക്കി കൊടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ എന്നേക്കുമായി ഈ ചെറുപ്പക്കാരനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഇന്റൻഷൻ അവക്കുണ്ടായിരുന്നു എന്നുള്ളത് തെളിഞ്ഞത് നിർണായകമാണ്. ഏതായാലും കോടതിയിൽ നിന്ന് വിധി വരാൻ പോകുന്നു. ഒരു ദയവും അർഹിക്കാത്ത ഒരു വിധി തന്നെ കോടതിയിൽ നിന്ന് വരും എന്നുള്ളതാണ് കോടതിയുടെ ഈ നിമിഷം വരെയുള്ള ഈ 11-15 വരെയുള്ള നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ ഷാരോൺ കിടന്നു എന്ന് പറയുന്നത് കോടതിയാണ്. മരണത്തോട് മല്ലിട്ട് കിടന്നു എന്ന് പ്രോസിക്യൂഷൻ അല്ല പറയുന്നത്, കോടതിയാണ്. കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനന്ദൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ആ അവസാനത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോരെ ശ്വാസകോശം പൊട്ടി തകർന്നു പോയി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ആ ശ്വാസകോശത്തെ തന്നെ തകർത്ത് കളയാവുന്ന മാരകമായ ഒരു വിഷം അവൾ കണ്ടുപിടിക്കുകയും അതിൽ എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അത് പ്രയോഗിക്കുകയും ചെയ്ത എന്തുമാത്രം ഹീനമായൊരു മനസ്സായിരുന്നു ഗ്രീഷ്മയുടേതെന്ന് കോടതിക്ക് പാടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദയം അർഹിക്കാത്ത ഒരു വിധി ഈ കോടതിയിൽ നിന്ന്, ഈ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വാർത്താസമ്മേളനത്തിൽ, കുറ്റസമ്മതത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് ഗ്രീഷ്മ പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് മാത്രമല്ല, പഠിച്ച കള്ളിയായിരുന്നു എന്ന് കൂടിയാണ് കോടതിയുടെ ഈ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗസ്റ്റായിട്ട് ഷാരോണിന്റെ ബന്ധു വന്നിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഗ്രീഷ്മ മിടുക്കിയാണെന്നല്ലോ, പഠിക്കാൻ മിടുക്കിയായിരുന്നെന്ന് ചോദിച്ചപ്പോൾ പഠിച്ച കുട്ടിയായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഠിച്ചതുകൊണ്ടാണ് ഈ ഹീനമായ കുറ്റകൃത്യം നടത്തിയതെന്നാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരം ഉണ്ടായതുകൊണ്ടാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇത്തരം ഒരു പെസ്റ്റിസൈഡിന്റെ പേര് കണ്ടെത്തുകയും അത് അമ്മാവനെ വിട്ട് വാങ്ങിപ്പിക്കുകയും അത് എങ്ങനെ കലർത്തി കൊടുത്താൽ അവൻ കുടിക്കും എന്നുള്ള ബോധ്യം. കാരണം ഈ കീടനാശിനിക്ക് കയ്പുണ്ട്, ഇതൊരു ജ്യൂസിൽ കലക്കി കൊടുത്താൽ തിരിച്ചറിയും. അതുകൊണ്ട് അങ്ങേയറ്റം കയ്പുള്ള കഷായത്തിൽ തന്നെ അത് കലക്കി കൊടുത്തിട്ട് അത് അവൻ അറിയാതെ അവന്റെ ഉള്ളിലേക്ക് അത് പകർന്നു കൊടുത്തിട്ട് അവൻ ആ വീടിന്റെ മുന്നിലിറങ്ങി ഛർദ്ദിച്ചിട്ട് ആ 11 ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്നിട്ട് ഒരു വാക്കുപോലും അവൾ മിണ്ടിയില്ലല്ലോ. അവന്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ വിഷമാണെന്ന്. ആയുർവേദ ഡോക്ടറായ അവന്റെ അനിയൻ നിരന്തരം ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു, എന്താണ് മകളെ കലക്കി കൊടുത്തത്? കഷായമാണെങ്കിൽ അതിന്റെ പേര് പറയൂ. എന്നിട്ട് ലേബലില്ലാത്തൊരു കുപ്പിയുടെ പടം, കഷായത്തിന്റെ പേര് മാറ്റി പറയുന്നു. ഒരുപക്ഷെ അവൾ ആ പെസ്റ്റിസൈഡിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ മറുവിഷം നൽകി അല്ലെങ്കിൽ മറുമരുന്ന് നൽകി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള കാര്യം കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്.